മാന്യമായിട്ട് കൊടുക്കും. 2,90,000 ഓൺലൈൻ അമേസ് കൊടുക്കും. 2 ലോണും കൊടുക്കാം. 2 ലക്ഷം ലോണും 90-80 ഇറക്കി കൊടുക്കും. 4,40,000 ടയോട്ടന്റെ ഇറ്റിയോസ് കൊടുക്കാം. 3.5 മുതൽ 4 വരെ ലോൺ കിട്ടാൻ ചാൻസ്. 4,40,000 3-4 ലക്ഷം വരെ ലോൺ കിട്ടും. സീഞ്ചെല്ലാം ഉണ്ടല്ലേ? സീഞ്ച മാത്രം മൈലേജ് കിട്ടും. ഇപ്പൊ 25 കിട്ടും. 25 കിലോമീറ്റർ ഡീസലാറ് മൈലേജ് കിട്ടും. പണ്ടത്തെ ബലേനാണ്. പുതിയ ഷേപ്പ് സെറ്റ് ആക്കി വണ്ടില്ല. 2006 മോഡലാട്ടോ. 6 മോഡൽ ബലേനാണ്. പൊട്ടിച്ചാൻ പറ്റുമോ? അത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെറും 2.30 കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 2,30,000 സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. 1 ലക്ഷം വരെ ലോണും കൊടുക്കാം. 2.10 ലോൺ കയറുമോ? ലോണില്ല, റെഡി പേയ്മെന്റ്. റെഡി പൈസ കറക്കുള്ളൂ അല്ലേ? അതേ മാർക്കാണ് വീണ്ടും വോക്സ്വാഗൺ പോളാണത്. ആമിയോ ഫുൾ ലോൺ. ആമിയോ 19-12 മാസം വേണ്ടി 3 ലക്ഷം ലോണും കയറും. 80,000 മുടക്കിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ഗ്യാരണ്ടി കൊടുക്കാല്ലേ? നമ്മളങ്ങനെ വീണ്ടും 4ാമത്തെ എപ്പിസോഡായിട്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തറയിട്ടാലുള്ള കേസ് കാസിൽ വേണ്ടി ലാസ്റ്റ് എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ ഏകദേശം 20ഓളം വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ നല്ല അടിപൊളി ഷോറൂമാണ്. ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. 7 സീറ്റ് വണ്ടികൾ ഫുൾ ഓൺ ഉണ്ട്. ഇനിയിപ്പോ എക്സ്യൂൾ ഫുൾ ഓൺ, സഡാ വണ്ടികൾ ഫുൾ ഓൺ, കുറെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. കുറെ വണ്ടി കയറാനുണ്ട്. സ്വിഫ്റ്റുകളൊക്കെ 1,60,000 1,70,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മളെ കൂടുതൽ മെയിൻ നോട്ടക്കാരനായ വീട്ടിലേക്ക് സുഖല്ലേ? ഷാറാണല്ലേ? അതാണ്. എന്നാ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞേ. ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാലാണ് സ്ഥലം വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ കിട്ടുമ്പോൾ നമ്മുടെ വാട്സാപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ലിങ്ക് കയറിയാൽ കാറ്റലോഗ് ഉണ്ട്. ഫസ്റ്റ് ലിങ്കിൽ, സെക്കൻഡ് ലിങ്കിൽ ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ടല്ലേ? അതെ. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ എടുക്കുക. അത് നിങ്ങളെ ഗ്യാരണ്ടിയാണ്. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ചെക്ക് ചെയ്യാനും എടുക്കലും നിങ്ങളെ കാര്യങ്ങളല്ലേ? എല്ലാം നമ്മൾ കറക്റ്റ് പറഞ്ഞു. വാട്സാപ്പ് കൊണ്ടുപോവാ. സ്കാനിങ്ങോ ലിഫ്റ്റ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തെടുത്താൽ മതി. അതേമാതിരി തന്നെ സിംഗിൾ ഓണർഷിപ്പ് ഷവർലിന്റെ ക്യാപ്റ്റീവ് ആണ്. മരുഭൂമിയിലെ അവിടുത്തെ രാജാവിലെ 4x4 ആര് 7 സീറ്റ് വേറെ ഉണ്ട്. ഇതൊക്കെ 1,80,000 സാധനം കൊടുക്കണ്ടല്ലേ? ഫാൻസി നമ്പറാണ് 1, 2, 3, 4 ഉണ്ട്. അതേമാതിരി തന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഇനി ഇവിടെ സ്റ്റാർട്ടിംഗ് വണ്ടി എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്? മാരുതി 40,000 മുതൽ 65,000 മുതൽ സെന്നുകൾ ഉണ്ട്. ഇനി സ്വിഫ്റ്റുകൾ 1,70,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതൊക്കെ ഉണ്ടല്ലോ. എല്ലാ ഓഫറുകളൊക്കെ ആൾക്കാർ അടിക്കട്ടല്ലേ? മൈയും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട, ബൈക്കുമ്പോ പോകണ്ട, കായ്ക്കുമ്പോ കാറും കൊണ്ട് പോകാം. 5 പോകാല്ലേ? അപ്പൊ മേജർ ആക്സിഡന്റ് കൊണ്ടൊക്കെ ഗ്യാരണ്ടി ആണല്ലേ? ചെക്ക് ചെയ്തെടുക്കണ്ടല്ലേ? അപ്പൊ വീഡിയോ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണാൻ മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോകാൻ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അല്ല മുസൈബ്രോ, കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളി സെഡാമണ്ടികൾ കുറെ സ്റ്റോക്ക് കുറെ കയറിയല്ലേ? അതിനിടെ പൊട്ടൽ ചീറ്റുള്ള വണ്ടികൾ വേറെ ഉണ്ട്. അതാറുണ്ട്. അപ്പൊ ആദ്യത്തോണ്ടല്ല അടിപൊളി ടയോട്ടന്റെ ഇറ്റിയോസ് ആയിക്കോട്ടെ അല്ലേ? ഇത് 2016 മോഡല് ഡീസൽ ഇറ്റിയോസ് ആണ്. ഡിക്കി വരുന്നത് ഡിക്കി വരുന്നതായിട്ടില്ല. KL 84 തന്നെ ആണല്ലേ? 20 കിലോമീറ്റർ ഷുവറായിട്ട് മൈലേജ് ഇട്ടോ. ടാക്സികൾ എങ്ങനെ ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എല്ലാത്തിനും പറ്റിയല്ല അടിപൊളി ഇറ്റിയോസ് അല്ലേ? അതെ. എത്ര ഓടിക്കണ്ടെന്ന്? കിലോമീറ്റർ വരുന്നത് 1,12,000 കിലോമീറ്റർ. 3ാമത്തെ ആർച്ച് കേട്ടോ. 1,12,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. അതെ. 3ാമത്തെ ഓണർഷിപ്പില് റീവണ്ടിയാണ്. GD SP ആണ് അല്ലേ? അതെ. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. അടിപൊളി സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയറുകളൊക്കെ ഉഷാറാണല്ലേ? LCD കാര്യങ്ങൾ അതും ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ അതും ഉണ്ട്. എന്നാ റീപ്ലേസ് ഉണ്ടെന്നാല് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നമുക്ക് 4,40 കൊടുക്കാം. നീ കുറച്ച് കൊടുക്കാം കേട്ടോ. 4,40,000 ടയോട്ടന്റെ ഇറ്റിയോസ് കൊടുക്കാം. 3.5 മുതൽ 4 വരെ ലോൺ കിട്ടാൻ ചാൻസ്. 4,40,000 3-4 ലക്ഷം വരെ ലോൺ കിട്ടാൻ ചാൻസ്. വെറും 40,000 മുടക്കില് ടയോട്ടന്റെ സദാ വണ്ടി ഇറ്റിയോസ് കൊടുക്കാം. 20 വില മൈലേജ് കിട്ടും. KL 84 നിങ്ങളെ കൊണ്ടോട്ടിനാണല്ലേ? അതെ. അതേ മാർക്ക് തന്നെ ഒരു അമേസ് ആണല്ലോ. 2013 മോഡല് അമേസ്. 2,90,000 കൊടുക്കാം കേട്ടോ. 2,90,000 ഹോണ്ടൻ അമേസ് കൊടുക്കാം. നീല കളറല്ലേ? 1.31 ഓട്ടം. 4ാമത്തെ RC. 20-22 മൈലേജും കിട്ടുന്ന ഡീസൽ വണ്ടി. 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള മൈലേജ് ഉള്ള വണ്ടി അല്ലേ? EX ആണ് ഓപ്ഷൻ വരില്ല. കിട്ടുന്ന വണ്ടിയാണ് അല്ലേ? ഇത് റീപ്ലേസ് ഉണ്ടെന്നാല് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. വേറെ മേജർ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കും. കൊടുക്കുന്നവർക്ക് എക്സ്ട്രാ പണികളൊന്നും ഇല്ല. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞില്ലേ? അത് അങ്ങനെയൊക്കെയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നതായിട്ട് 2.90 ആസ്കിംഗ് ആണ്. എന്തെങ്കിലും കുറച്ച് മാന്യമായിട്ട് കൊടുക്കും. 2,90,000 ഓൺലൈൻ അമേസ് കൊടുക്കും. 2 ലോണും കൊടുക്കാം. 2 ലക്ഷം ലോൺ 90-80 ഇറക്കി കൊടുക്കാം. 19,000 മുടക്കിൽ ഇറക്കലല്ലേ? 22 ലെവലില് മൈലേജ് ഉള്ള വണ്ടി. മൈലേജ് ഉള്ള വണ്ടി. അതേ മാർക്കാണ് വീണ്ടും അമേസ് ആണല്ലോ. ഇത് 2017 മോഡല് റീ നമ്പർ ആയ വണ്ടിയാണ്. ന്യൂ ഷേപ്പ് അമേസ് ആണ്. 17 ഷേപ്പ് ആട്ടോ. ന്യൂ ഷേപ്പ് ആണല്ലേ?
നല്ല വൃത്തിലുണ്ടല്ലേ? വൃത്തിയുള്ള മെക്കാനിക്കൽ കണ്ടീഷനുള്ള വണ്ടിയാണ്. നമുക്ക് 390 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 3,90,000 ഹോണ്ടയിൽ അമേസ് കൊടുക്കാം. അതെ. ഓ, അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം കേട്ടോ. 3ാമത്തെ RC, 88,000 കിലോമീറ്റർ, പുതിയ ഇൻഷുറൻസ്. ആണല്ലേ? അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? ഈ കൊല്ലം നവംബർ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. നവംബർ വരെ ഇൻഷൂർ ഉള്ള വണ്ടി അല്ലേ? അതെ. ഗ്യാരണ്ടി വണ്ടികളെ കൊടുക്കൂല, ആവശ്യക്കാരൻ വന്നാൽ മതി അല്ലേ? അതെ. ഇത് വക്കീലിന്റെ വണ്ടിയാണല്ലേ? കാണുന്നുണ്ട്. ഒരു 15,000 മുടക്കിലൊക്കെ ഇറങ്ങുമോ? ഫുള്ളാണ്, പൈസ മുടക്കണ്ട. അതാറുണ്ട്. അതേമാർക്ക് തന്നെ ടൊയോട്ടന്റെ ഇത്യോസനാണ് വീണ്ടും 2011 31 വരെ പേപ്പർ എടുത്ത പെട്രോൾ CNG വണ്ടി. പെട്രോൾ ആണ്, CNG ഇത്യോസാണ്. EX ഫുൾ ഓപ്ഷൻ കേട്ടോ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. CNG ആണെങ്കിൽ അങ്ങനെ വിൽക്കും ചെയ്യാം. ഫുൾ ഓപ്ഷൻ ചോദിക്കണം, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 1 ലക്ഷം വരെ ലോൺ കൊടുക്കട്ടോ. 2,50,000 പെട്രോൾ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതെ. അതും സദാ വണ്ടിക്കില്ലേ? അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കും. കുറച്ച് കൊടുക്കട്ടോ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് എത്ര ഓടിക്കണം പോകുന്ന പെട്രോൾ വണ്ടി ആകുമ്പോൾ? കിലോമീറ്റർ 97,000. 3ാമത്തെ RC, പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കട്ടോ. 3ാമത്തെ RC ആണ്, പുതിയ ഇൻഷൂർ എടുത്തു കൊടുക്കൂലേ? അതെ. ആ ഗ്യാരണ്ടി നമ്മൾ വണ്ടി കൊടുക്കൂലേ? അതെ. ലോണൊക്കെ ആണെങ്കിൽ ഫുൾ ആണോ? അതെ. ഫുള്ളോ? 1 ലക്ഷം മുടക്കി 1 ലക്ഷം ലോൺ ആയിട്ട് ടയറൊക്കെ പുത്തൻ ടയറാട്ടോ. കടുപ്പത്തൻ ടയർ അതും ഉണ്ടല്ലേ? എടുക്കുന്നവർക്ക് എക്സ്ട്രാ പണികളൊന്നും എടുക്കണ്ടല്ലേ? ഒന്നും എടുക്കണ്ട. CNG വണ്ടില്ലേ? CNG എത്ര മൈലേജ് കിട്ടും? 25 കിട്ടും. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലാറ് മൈലേജ് കിട്ടും. അപ്പൊ ലാഭം തന്നെയാണ് അല്ലേ? മെയിൻ്റെനൻസും കുറയും. അതാണ്. അതേമാർക്കാണ് അടിപൊളി സിയാസ് ആണല്ലോ. ഇത് 2016 മോഡൽ സിയാസ്, ഫുള്ള് കസ്റ്റം ചെയ്ത വണ്ടിയാണ്. കസ്റ്റമൈസ് ചെയ്ത വണ്ടി. VDI ഹൈബ്രിഡ് ആണ്. 20 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓ, പെരും മൈലേജ് ഉണ്ടല്ലേ? വണ്ടി ഇങ്ങനെ ഉണ്ടാവുക. അത് ഈ പോലെ ആക്കിയതാട്ടോ. ഈ മോഡലുള്ള വണ്ടി നമ്മൾ ഈ കോളത്തിലാക്കി സ്കാറ്റിങ് കാര്യങ്ങള്, അലവീല് കാര്യങ്ങൾ എല്ലാം ചെയ്ത ചുരുക്കാക്കി വണ്ടില്ല. ആൻഡ്രോയിഡ് സെറ്റ്, സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടല്ലേ? 110 കിലോമീറ്റർ, 3 ഓണർഷിപ്പ് ആയിട്ട് ഇപ്പൊ 4ാമതിലേക്ക് മാറിയിട്ടുണ്ട്. 3 കഴിഞ്ഞ് 4ാമത്തേക്ക് ഇപ്പൊ കേറിയിട്ടുണ്ട്. അതെ. പുതിയ ഇൻഷുറൻസും എടുത്തു കേട്ടോ. പുതിയ ഇൻഷൂർ ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കൂല. 5,20 ചോദിക്കണത്. എന്തിലെ കോലം പോലെ കൊടുക്കാം. 5 രൂപ ചോദിക്കുന്നുണ്ട്. 5 ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കട്ടോ. അതിൽ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ആവശ്യക്കാരൻ പറ്റില്ല. അതെ. അത് നമ്മൾ പറയുന്നുണ്ട്. അലവീല് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉഷാറുണ്ട്. ഇതിപ്പോ ഫുള്ളും കാറിലല്ല? ഇല്ല, ഒരു 1 ലക്ഷം ഡൗൺ ഉണ്ടെങ്കിൽ ബാക്കി 1 ലക്ഷം മുടക്കാണെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കും. അതെ. 20 വരെ മൈലേജ് കിട്ടും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. മൈലേജ് കിട്ടും. ഇത് 15 നമ്പർ ആയ വണ്ടി. നമുക്ക് 4,70 കൊടുക്കട്ടോ. 4,70,000 വീണ്ടും സിയാസ് കൊടുക്കാം അല്ലേ? കേരള നമ്പർ ആയ വണ്ടി. ഓണർഷിപ്പ് ആണ്. സിംഗിൾ. ഇനിയിപ്പോ സെക്കൻഡ് മാറിയിട്ടുണ്ട്. 1.21 ഓട്ടം. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഡീസൽ ഹൈബ്രിഡ് കേട്ടോ. VDI ഡീസൽ ഹൈബ്രിഡ് ആണ്. കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉണ്ടല്ലേ? കിലോമീറ്റർ കാര്യങ്ങള് എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 130 ഓടിയിട്ടുണ്ട്. ആ ലെവലിൽ ഓടിയുണ്ട്. 121 ഓടിയിട്ടുണ്ട്. അതെ. കൂളിംഗ് ചെയ്ത് സീറ്റ് അടുത്ത് ഇറക്കി കൊടുക്കട്ടോ. 1 ലക്ഷത്തിന് അടുത്ത് മുടക്കാണെങ്കിൽ വണ്ടി കൊടുക്കാം. അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. കാണാൻ ചൊറുക്കുള്ളൊരു ഇമ്പള ഉണ്ട് അല്ലേ? അതെ. 20 വരെ മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. ഇവിടെ ഒരു സണ്ണി ഉണ്ട്. അവിടെ ക്ലച്ച് മാറ്റി നിൽക്കാണ്. സണ്ണി ഇവിടെ വരാണ്ട് ഇപ്പൊ വരും. 2015 ഓഫർ 2.30 കൊടുക്കട്ടോ. 2.45 നിസാന്റെ സണ്ണി കൊടുക്കും. ആവശ്യക്കാരെ വിളിച്ചാൽ 2.30 കേട്ടോ. കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയില്ല. വിളിച്ചോളി, അതും കൊടുക്കാം നമുക്ക്. ക്ലച്ചും കാര്യമൊക്കെ മാറാണ്. അതെ. അതേപോലെ വോക്സ്വാഗൻ ആമിയാണത്. ഇത് വെൻഡോ 2011 31 വരെ പേപ്പറിലെ വണ്ടി. 2.10 കൊടുക്കട്ടോ. ഹൈലി നെറ്റ് ഫുൾ ഓപ്ഷൻ. ഓ, വോക്സ്വാഗൻ വെൻഡോ അല്ലേ? വെൻഡോ 2,10,000 1.6 ഡീസൽ. 2.10 കൊടുക്കട്ടോ. അതും ഫുൾ ഓപ്ഷൻ ഹൈലൈനല്ലേ? ഫുൾ ഓപ്ഷൻ. ലോണും കാര്യങ്ങളൊന്നും കിട്ടൂല. റെഡി പേയ്മെന്റ്. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. 4 ഓണർഷിപ്പ്. 1.36 കിലോമീറ്റർ ഓട്ടം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? അതെ. ഇത് ഈ വണ്ടിയാ? ഇത് കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ? കേരള വണ്ടി. നല്ല വൃത്തിലുണ്ടല്ലേ? അതെ. കാണാൻ ചൊറുക്കുണ്ട്. ഇമ്പളം ഉണ്ടല്ലേ? അതെ. ആവശ്യക്കാർ വന്നാൽ തെറ്റിപ്പോലെ? അതെ. 2.10 ലോൺ കയറുമോ? ലോണില്ല. റെഡി പേയ്മെന്റ്. റെഡി പൈസ കറക്കുള്ളൂ അല്ലേ? അതേ മാർക്കാണ് വീണ്ടും വോക്സ്വാഗൻ പോളാണത്. ആമിയോ ഫുൾ ലോണിൽ. ആമിയോ 19 12 മാസം വണ്ടി കേട്ടോ. 19 മോള് 12 മാസം ആമിയാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 88 മീറ്ററിൽ കാണുന്നത്. കിലോമീറ്റർ കോടികണ്ട്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ടല്ല? പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 4.10 കൊടുക്കാം. 4.10 ആമിയ കൊടുക്കും. ആമിയ കൊടുക്കാം. അതും സെഡാൻ വണ്ടിയില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടില്ല. നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. നല്ല വൃത്തിയുള്ള ആമിയല. എത്ര ഓടിക്കണേ? 88,000 കിലോമീറ്റർ. ഫസ്റ്റ് RC. സിംഗിൾ ഓണർഷിപ്പില്.
കംഫർട്ട് ലൈൻ ഡീസൽ കേട്ടോ 18-20 മൈലേജ് കിട്ടും. ഡീസൽ മൈലേജും കിട്ടുമല്ലോ അല്ലേ? നല്ല അടിപൊളിയായിട്ട് ഇരിക്കല്ലേ? അതെ, ഉഷാറായിട്ട് ഇരുന്ന് ഇങ്ങനെ പോകും. അത് നമ്മളെ കാര്യം. അതെ, ലോണത്ര തരാൻ ഫുള്ളോണ്, പൈസ മുടക്കും വേണ്ട, ആവശ്യക്കാർ വന്നോട്ടല്ലേ? അതെ. അതേമാതിരി ഒരു പൊട്ടലും ചീറ്റുള്ള പറഞ്ഞാണത്. ഇത് ബലേനോ കേട്ടോ, പഴയ മോഡല്, പണ്ടത്തെ ബലേനാണ്. പുതിയ ഷേപ്പ് സെറ്റ് ആക്കി വേണ്ടില്ല. 2006 മോഡലാട്ടോ. 6 മോഡല് ബലേനാണ്. പൊട്ടിച്ചാൻ പറ്റുമോ? അത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ഇപ്പൊ നമുക്ക് നല്ല കേൾക്കുന്നുണ്ട്. നമ്മള് സെപ്പറേറ്റ് റീൽ ഇടുമ്പോ കറക്റ്റ് കേൾപ്പിച്ചല്ലേ അല്ലേ? ഇതിപ്പോ ടാക്സ് ഇപ്പൊ ഇന്നലെ എടുത്തിട്ടുള്ളൂ. പുതിയ ടാക്സ് ടാക്സ് റിന്യൂവൽ ഒക്കെ റെഡി 31 വരെ ഉണ്ട്. ഇൻഷുറൻസ് അടുത്തെല്ലാം വരെ ഇൻഷുറൻസ് ഉണ്ട്. റിന്യൂവൽ മാത്രമേ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്. വണ്ടി കാണിച്ചാൽ മതി, വേറെ പരിപാടി ഒന്നും ചെയ്യണ്ടല്ലേ? ഫുള്ള് പെയിന്റിങ് കഴിഞ്ഞതാണ്. അതെ, പെയിന്റിങ് കഴിഞ്ഞു. അലവീല് കാര്യങ്ങൾ അതും ഇട്ടുകൊണ്ടോ? 13-14 നമ്പർ, AC ഉണ്ട്, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പരിപാടിയിലും അടിപൊളി പഴയ മോള് ബലേനാണ്. മേജർ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയില്ല. വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇന്ത്യൻ ഭാഗം നോക്കണ അടിപൊളി സീറ്റ് കാര്യങ്ങള്. എന്താ സംഭവം, ഫുൾ സെറ്റ് സാധനം അല്ലേ? പേപ്പറൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓട്ടം പിന്നെ പറയണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ അതിൽ കാണുന്നത് 88 ആണ്. മിക്കവാറും ജനുവിന്റെ തന്നെ ആക്കാരല്ലേ? പിന്നെ പെട്രോൾ ആണ്, വലിയ ഓടാൻ ചാൻസ് ഇല്ല. അതെ, ചെക്കന്മാർക്ക് അടിച്ചു പൊളിച്ച് ചുരുക്കാക്കി പോകാനല്ലേ? അത് നമുക്ക് ഗ്യാരണ്ടി അറിയാം. അതെ, എത്ര വായിക്കണെന്നാല് ഇതിന് ചോദിക്കണത് 1,79 ആണ്. 1,79,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, കുറച്ചും കൊടുക്കാം. പേപ്പർ കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി കേട്ടോ. മാത്രമേ കൊല്ലം ലാസ്റ്റ് വരുന്നുള്ളൂ. അതിന്റെ പേയ്മെന്റ് എന്തെങ്കിലും അത് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. ടാക്സ് ബാക്കി ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, 14,000 രൂപ ടാക്സിന് ചെയ്തിട്ടുണ്ട്. 14,000 ടാക്സ് അടിച്ചു. അതെ, ഞാൻ ആവശ്യക്കാര് റിന്യൂവൽ വരാണെങ്കിൽ ഓല പൈസ കുറച്ചും കൊടുക്കാം. അതെ, 1314 നമ്പർ ഉണ്ടല്ലേ? 13-14 നമ്പർ തന്നെ. അതെ, മൈലേജ് എത്ര കിട്ടും? 10-12 ഉദ്ദേശിച്ചാൽ മതി. മൈലേജ് കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, പൊട്ടലും ചീറ്റിലുണ്ട്, നമുക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ കളിക്കലേ. അതാണ്. അതേമാതിരി തന്നെ ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. അത് 2014 മോഡലാണ്. 14 മോഡല് സ്വിഫ്റ്റ് ഡിസയർ KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? ഡീസൽ വീഡിയോ ആണ് വരുന്നത്. ഡീസൽ വീഡിയോ 2 ഓണർഷിപ്പ്, 148 കിലോമീറ്റർ ഓട്ടം കേട്ടോ. 148 കിലോമീറ്റർ. നല്ല കണ്ടീഷൻ ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എടുക്കണ പാർട്ടിക്ക് വലിയ പണിയോ കാര്യങ്ങളൊന്നും ചെയ്യാല്ല. ഒരു പരിപാടി ഇല്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉഷാറാണ്. എത്ര? 1,18 148 ഓട്ടം ഓടിക്കണ്ടല്ലേ? റേറ്റ് വരുന്നത് 3,80 കേട്ടോ. 3,80,000 ചോദിക്കണത്. 3 ലക്ഷം വരെ ലോണും കൊടുക്കാൻ റേറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം ലോണും കയറും. 80,000 മുടക്കിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? അതാണ്. ഇത് ഡീസലാകുമ്പോ മൈലേജ് കിട്ടും. ഇതിനൊരു 18-20 മൈലേജ് കിട്ടും. അതേമാതിരി തന്നെ വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. ഇത് 2013 മോഡൽ പെട്രോൾ ആണ്. 13 മോഡൽ പെട്രോൾ ആണ് അല്ലേ? KL 65 തിരുവനന്തപുരം. CNG ഉണ്ടോ? CNG പറയണ്ടല്ലേ? ഇത് എത്ര ഓടിയിരുന്നാല്? 1,26 ഓട്ടം, 4ാമത്തെ RC. ചോദിക്കണ വില 3 ലക്ഷം രൂപ കേട്ടോ. 3 ലക്ഷം രൂപയ്ക്ക് CNG ഉള്ള പെട്രോൾ സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. നല്ല ഷേപ്പുള്ള വണ്ടിയാണ്. ബോഡി ഷേപ്പുള്ള വണ്ടിയില്ല, കാണാൻ ചൊറുക്കുള്ളുണ്ട്. വേറെ മെക്കാനിക്കലി വേറെ വിഷയം കാര്യമൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞും കൊടുക്കാം. എല്ലാം നോക്കി ചെക്കപ്പ് കാര്യമൊക്കെ ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. എല്ലാം കൊണ്ട് ഷെയറല്ലേ? ആവശ്യക്കാരൻ വന്നാൽ മതി. പിന്നെന്തായാലും വണ്ടി എടുക്കൂലേ? ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം വണ്ടി 3 ലക്ഷം വയ്ക്കണ്ടല്ലേ? അതിന് കുറച്ച് കൊടുക്കും. ലോൺ ഫുള്ളാണ്. ലോൺ നമുക്കൊരു 2.5 ലോൺ കൊടുക്കാം. ലോൺ കയറും. 50,000 മുടക്കിൽ ഇറക്കാം. CNG ആണ്. എത്ര മൈലേജ് പെട്രോളിന്? 20-25 കിട്ടും. മൈലേജും കിട്ടും. കുറെ CNG നമ്മൾ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? അതേ മാർഗം വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. 15 മോഡല് 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് RC, 95,000 കിലോമീറ്റർ, ഡീസൽ വീഡിയോ കേട്ടോ. ഡീസൽ വീഡിയോ വണ്ടിയില്ലേ? അതെ. ഇത് നമുക്ക് ഒരു 4 രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. വൃത്തിലുണ്ടല്ലേ? അലവീല് കാര്യങ്ങൾ എല്ലാം ഷെയറാണല്ലേ? 95,000 കിലോമീറ്റർ, 2ാമത്തെ RC. ലോൺ നമുക്കൊരു 3-3.5 ലോൺ കൊടുക്കാം കേട്ടോ. 3-3.5 ലക്ഷം രൂപ ലോണും കയറും. വീഡിയോ വണ്ടിയില്ലേ? 4 ലക്ഷം വയ്ക്കണ്ടല്ലേ? 50 ഉറുപ്പിക ഇറക്കി കൊടുക്കാം. വെറും 50,000 മുടക്കില് സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. അടിപൊളി സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ? എടുക്കുന്നവർക്ക് ഇനി എണ്ണ അടിച്ചോടിയാൽ മാത്രം മതിയാ? അത് നമ്മള് ഗ്യാരണ്ടി പറയണ്ടല്ലേ? കിടിലം വണ്ടിയില്ലേ? 20,000 മൈലേജ് കിട്ടൂലേ? മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. ഇത് 2011 മോഡല് ഡിസയർ. 2031 പേപ്പർ ഉണ്ട്.
11 മോഡൽ 31 പേപ്പറുള്ള സ്വിഫ്റ്റ് ഡിസയർ ആണ് ഈ കിടക്കുന്ന പോലെ അല്ലേ? 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഡീസലാണ്, വീഡിയോയാണ്, അലവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം ഓടിക്കണോ? ആ, നല്ല കൂളിംഗ് AC കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അലവില് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചെയ്താണ്. എല്ലാം കൊണ്ട് ഉഷാറ്. നമുക്ക് വെറും 2.30 കൊടുക്കാം, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കേട്ടോ. 2,30,000 സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. 1 ലക്ഷം വരെ ലോണും കൊടുക്കാം. 1 ലക്ഷം ലോണും കയറും. ലോൺ കൊടുക്കാം. ധൈര്യമായിട്ട് പറയല്ലേ? അതെ, അത് നമ്മളെ ഗ്യാരണ്ടി ഉണ്ട്. ആശക്കാർ വന്ന് തെറ്റിപ്പോലെ അല്ലേ? അതെ. ഇതിപ്പോ ലോണ് കയറുന്നാല് അതിമേല് 1 ലക്ഷം കൊടുക്കാം. 1 ലക്ഷം ലോൺ കയറും അല്ലേ? അതെ, ആശയം വന്നോട്ടല്ലേ? അതിനൊക്കെ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് വെക്കാറല്ലേ? 20 മേലെ മൈലേജും കിട്ടും. മൈലേജും കിട്ടും. അതേ മറിക്കാൻ അടിപൊളി ക്രെറ്റ ഉണ്ടല്ലോ. ഇപ്പൊ വന്ന വണ്ടിയാണ്, പോളിഷ് വന്നിട്ടുള്ളൂ. അപ്പൊ വന്നിട്ടുള്ളൂ. ഡീസൽ ക്രെറ്റ ആണ് അല്ലേ? അതെ. അത് പെട്രോളാ? പെട്രോൾ ക്രെറ്റ ആണ് ഫുൾ ഓപ്ഷൻ ആട്ടോ. SX ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, രജിസ്ട്രേഷൻ ഉണ്ട്. അഹങ്കാരൊക്കെ പുത്തനാണ്. കിലോമീറ്റർ 120 അങ്ങനെ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് 2 ഉണ്ട്. വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കട്ടോ. ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇപ്പൊ വന്ന വണ്ടിയാണല്ലേ? അതെ. 2ാമത്തെ ഓണർഷിപ്പ് ആണ്. പെട്രോൾ വണ്ടിയാണ് ക്രെറ്റ. ഈ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, ക്ലാസ് കാര്യങ്ങള്, അപ്പുറം കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? അതെ. എത്ര ഓടിക്കണ? 120 അങ്ങനത്തെ ഓടിയുള്ളത് ഓടിക്കണ്ടല്ലേ? ഓ, ഇന്ത്യ ഭാഗം നോക്കണല്ലോ. അടിപൊളി കമ്പനി തന്നെ അതേ മറിക്കുന്നല്ലേ? ഒന്നും വണ്ടി അനങ്ങിയിട്ടില്ല. ഒരു അനക്കല്ല. പെട്രോളിന്റെ പിന്നെ അങ്ങനെ പറയാൻ മെച്ചങ്ങളുണ്ടല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. SX ആണ്. എല്ലാ പരിപാടി ഉണ്ടല്ലോ അല്ലേ? സൺറൂഫ് കൂടി ചെയ്താൽ മതി. നല്ല ഷേപ്പുള്ള വണ്ടി കേട്ടോ. അതെ. എന്നാ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന റേറ്റ് വേണ്ടോ? ഇത് 6.30 എന്താണ് ചോദിക്കണത്. 6.30 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ഇതിലെ കുറച്ച് കൊടുക്കാം. മാക്സിമം ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ലോൺ മാക്സിമം ചിലപ്പോ ഫുള്ളാൻ കയറല്ലോ. ഒരു 15,000 മുടക്കിലാണെങ്കിൽ അങ്ങനെ കൊടുക്കും ചെയ്യാം. പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോൺ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ചെയ്യലല്ലേ? നമുക്ക് എക്സ്റ്റൻഡ് വണ്ടിയാണ്. അതെ, പെട്രോൾ വണ്ടിയാണ്. ഇനി എടുത്തോടെ സീൻ ചെയ്താല് പെരും മൈലേജ് ആവും. ഡീസലിനെ കടത്തി വിടുന്ന മൈലേജും കിട്ടും. 20 മേലെ കിട്ടുമല്ലോ. 40 രൂപ മുടക്കിയാൽ മതി. അതാണ് നല്ല സാധനം. പെട്രോൾ ഷോറൂമിൽ നിന്ന് സാധനം കയറ്റാൻ കഴിയൂലേ? ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? അങ്ങനത്തെ അതല്ലേ? എന്നാ വിലയും കുറവേക്കാരം. ഒരു പേടിയും പഠിച്ചണ്ട. അതെ, നല്ല മൈലേജ് ഉള്ളതാണ്. ഫുൾ ഓണം കിട്ടുക. അല്ലെങ്കിൽ ചെറിയ മുടക്കിയാലും മതി അല്ലേ? അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറുവിടെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് പഠിത്തല്ല. അടിപൊളി വീഡിയോ വീണ്ടും കാണാം.